ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോസ്റ്റാർ മീഡിയ. ഞാൻ ഹർഷാദ് താനൂർ. ഇന്നലെ നടന്ന MLS-ൽ, അതായത് അമേരിക്കൻ പ്രീമിയർ ലീഗിൽ ഇന്റർ മിയാമി കൊളംബസ് ക്രൂ മത്സരത്തിൽ 2 ഗോളുകൾക്കെതിരെ 3 ഗോളുകൾ അടിച്ചുകൊണ്ട് ഇന്റർ മിയാമി വിജയിച്ചിരിക്കുന്നു. അതിന്റെ കൂടെ തന്നെ ഇന്റർ മിയാമി MLS-ലെ ജേതാക്കളായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ ആ ഒരു മത്സരം വിജയിച്ചതോടുകൂടി കൊളംബസ് ക്രൂ ആയിരുന്നു ഇങ്ങനെ ഇന്റർ മിയാമിയുടെ എതിരാളികൾ. ഇന്റർ മിയാമിക്ക് വേണ്ടി സൂപ്പർ താരം ലയണൽ മെസ്സി കളിയുടെ ഒന്നാം പകുതിയിലെ 44-ാം മിനിറ്റിലായിരുന്നു ലയണൽ മെസ്സി വളരെ മനോഹരമാക്കിക്കൊണ്ട് ബോക്സിനുള്ളിൽ ഒരു ടാക്കിൾ നടത്തിക്കൊണ്ടൊരു ഗോൾ നേടുന്നതെങ്കിൽ തൊട്ട് ഏതാനും മിനിറ്റുകൾക്കപ്പുറം തന്നെ, അതായത് ആദ്യ പകുതിയുടെ എക്സ്ട്രാ ടൈമിൽ വളരെ മനോഹരമായ ഒരു ഫ്രീ കിക്കിലൂടെ ലയണൽ മെസ്സി 2ാം ഗോൾ നേടി. പിന്നീട് സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ആദ്യ മിനിറ്റിൽ തന്നെ കൊളംബസ് ക്രൂ തങ്ങളുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ റോസിയിലൂടെ ഒരു ഗോൾ തിരിച്ചടിച്ചു. എന്നാൽ ആ ഒരു ഗോളിന് മറുപടിയായി ഒരു ഗോൾ അടിക്കാൻ ഇന്റർ മിയാമിക്ക് അധികം സമയം വേണ്ടി വന്നിരുന്നില്ല. സൂപ്പർ താരം ലൂയിസ് സുവാരസ് 48-ാം മിനിറ്റിൽ മറ്റൊരു ആ ഒരു ഗോൾ കൊളംബസ് ക്രൂവിന്റെ കയ്യിൽ പറ്റിയൊരു ഫാൾട്ടാണ്. എന്നാലും ആ ഫാൾട്ട് മുതലാക്കിക്കൊണ്ട് ലൂയിസ് സുവാരസ് ഒരു ഹെഡറിലൂടെ അതും ഗോളാക്കി മാറ്റി. അങ്ങനെ 3-1 എന്ന നിലയിൽ നിൽക്കുമ്പോൾ പിന്നീട് കൊളംബസ് ക്രൂവിന് വേണ്ടി ഒരു പെനാൽറ്റിയിലൂടെ ഹെർണാണ്ടസ് 61-ാം മിനിറ്റിൽ ഒരു പെനാൽറ്റിയിലൂടെ ഗോൾ നേടി. അങ്ങനെ 3-2 എന്ന നിലയിലായിരുന്നു. പിന്നീടും ഒരു പെനാൽറ്റി കൊളംബസ് ക്രൂവിന് കിട്ടിയെങ്കിലും അത് ഇന്റർ മിയാമിയുടെ ഗോൾ കീപ്പർ അത് തട്ടിക്കളഞ്ഞു. അങ്ങനെ 3-2 എന്ന വിജയത്തോടെ ഇന്റർ മിയാമി ഇക്കളി ജയിക്കുന്നു. ഒപ്പം തന്നെ MLS-ന്റെ ഈ ഒരു വർഷത്തെ ജേതാക്കളായിട്ട് അവർ മാറുകയും ചെയ്യുന്നു. ഈ ഒരു MLS ലീഗിലെ പോയിന്റ് ടേബിൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. കളിച്ച 32 കളിയിൽ നിന്നും 20 കളി ജയം, 4 കളി തോൽവി, 8 കളി ഡ്രോ. ഇതാണ് ഇന്റർ മിയാമിയുടെ ഈ ഒരു സീസണിലെ മത്സരം. 68 പോയിന്റോടുകൂടി ഇന്റർ മിയാമി തന്നെയാണ് 1ാം സ്ഥാനത്ത്. തൊട്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊളംബസ് ക്രൂ. ഇന്നലെ ഇന്റർ മിയാമി തോൽപ്പിച്ച ആ ടീമാണ്. 31 കളിയിൽ നിന്നും 16 ജയം, 9 കളി ഡ്രോ, 6 കളി തോൽവി. ഇങ്ങനെ 57 പോയിന്റുമായി ഈ കൊളംബസ് ആണ് 2ാം സ്ഥാനത്തുള്ളത്. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.